ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ഔഷധ ഗുണമുള്ള ചീര പരിചയപ്പെടാം. നിങ്ങളുടെ നാട്ടിൽ ഈ ചീരക്ക് എന്താണ് പറയാറുള്ളത്? ഞങ്ങളിവിടെ ഇംഗ്ലീഷ് മുരിങ്ങ എന്നൊക്കെ പറയാറുള്ളത്. പിന്നെ മധുരച്ചീര, മലയൻചീര, വേലിച്ചീര എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളവിടെ എന്താണെന്ന് പറയണേ. ഇതാണ് അതിൻ്റെ കായ. നിങ്ങൾക്ക് ചില ആൾക്കാർക്കൊന്നും ഇത് പരിചയം ഉണ്ടാവില്ല, അതുകൊണ്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതുകൊണ്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചീര ആരെല്ലാം കളഞ്ഞ് ഇതുപോലെ മാറ്റി വെച്ച് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതുപോലെ എല്ലാം ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ച് ഇതിലേക്ക് പിന്നെ വേണ്ടതാണ് അരമുറി തേങ്ങ ചിരവിയെടുക്കണം. ചിരവിയതിലേക്ക് പിന്നെ വേണ്ടതാണ് ചെറിയുള്ളി, പച്ചമുളക്. മിക്സി ജാറിലേക്ക് തേങ്ങ ചിരവിയതും ചെറിയുള്ളിയും പച്ചമുളകും ഇതുപോലെ ചതച്ച് മാറ്റി വെക്കണം. ഇനി ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും 2 വറ്റൽമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇതുപോലെ. പിന്നെ നമ്മൾ തേങ്ങ ചതച്ച് വെച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി വറുത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീര കൂടി ഇട്ട് കൊടുത്ത് നന്നായി തേങ്ങയും ഇതും പാടെ മിക്സാക്കി വെച്ച് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചീരത്തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് വെള്ളമൊഴിക്കാതെ അടച്ച് 2 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യങ്ങൾക്ക് നല്ലതാണ്. പ്രമേഹം നിയന്ത്രിക്കാനും പോഷക ഗുണമുള്ള ചീരയാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിനും വിളർച്ച തടയാനും ഇത് സഹായിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.